അറിയില്ലേ ട്രവാൻഡ്രം മേയറെ അറിയില്ലേ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ആര്യയെ അറിയില്ലേ ധീരസഖാത്തിയെ അറിയില്ലേ. തിരുവനന്തപുരത്തുള്ള മൊത്തം ഡിവൈഎഫ്ഐക്കാരും SFIക്കാരും ഇപ്പോൾ സംഘഗാനമായിട്ട് ആലപിക്കുന്നതാണ് ഞാനീ പാടിയത്. തിരുവനന്തപുരം നഗരിയുടെ ഹൃദയ രോമാഞ്ചമായ സഖാവ് ആര്യ രാജേന്ദ്രനെയും അവരുടെ ഭർത്താവും വിപ്ലവ തീപ്പന്തവുമായ ബാലുശ്ശേരി MLA സച്ചിൻ ദേവിനെയും വഴിയിൽ വെച്ച് കണ്ടിട്ട് KSRTCയിൽ ഒരു എംപാനൽ ഡ്രൈവർക്ക് മനസ്സിലായില്ല. അയാൾ ഇവരുടെ കാറിന് സൈഡ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ വണ്ടിക്ക് വട്ടം വെച്ച് നീ ആരടാ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചു എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും നടന്നാണോ? വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് സംഭ്രമജനകമായ പല വാർത്തകളും പിന്നീട് പത്രങ്ങളിൽ വന്നു. ആരെയും ഭർത്താവിനെയും അവമാനിക്കാനായിട്ട് ഈ എംപാനലുകാരൻ എന്ന് പറഞ്ഞ എഭ്യൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് ആദ്യം വാർത്ത. അത് കഴിഞ്ഞപ്പോഴേക്ക് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. സീബ്ര ലൈനിൽ കൊണ്ടുവന്നിട്ടാണ് ഈ വിപ്ലവ വാഹനം KSRTC ബസ്സിന് വട്ടം വെച്ചത് എന്ന കാര്യം പുറത്തു. അല്ല, ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത്. അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. തിരുവനന്തപുരത്തിന്റെ തലസ്ഥാനത്തിന്റെ മേയറായിരിക്കുന്ന ഒരാൾ നുണ പറഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് ഒരു തവണയല്ല, ഇന്നലെ മുതൽ ഇന്ന് ഉച്ചവരെ നുണ പറഞ്ഞു എന്നത് കൃത്യമായിട്ട് വ്യക്തമാവുകയാണ്. എന്താ ഉറക്കം വരുന്നു. അപ്പോഴാണ് പ്രത്യേക ആക്ഷനുമായിട്ട് നമ്മുടെ മേയർ രംഗത്ത് വന്നു. ഈ ആക്ഷൻ കണ്ടപ്പോൾ ഭയങ്കരമായ മനപ്രയാസമുണ്ട്. അതിനെ തുടർന്ന് 354 വകുപ്പ് ചാർജ്. ദൈവാധീനം കൊണ്ട് ആരോപണം അവിടെ നിന്നു. ആ പെരുവഴിയിൽ വെച്ച് മേയറെ കയറി പിടിച്ചു എന്ന് പറഞ്ഞെങ്കിൽ കുറ്റാരോപണം ഗുരുതരമായി. ഭാഗ്യം അവൻ്റെ ഗുരുത്വ ദൈവാധീനം കൊണ്ടാണ് ബാലുശ്ശേരി MLA ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്നൊരു പരാതി കൊടുക്കാതെ പോയി. വായിൽ നല്ല നുണയൊന്നും വന്നില്ലടാ. MLA മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ നീ ആരായില്ല എനിക്കെന്തരി എന്ന രീതിയിലാണ് ഈ ഡ്രൈവൻ മറുപടി പറഞ്ഞത്. അപ്പോൾ മേയർ വന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. അതും അറിയില്ല എന്ന് പറഞ്ഞു. അതാണ് സത്യത്തിൽ ഇവരെ വിഷമിപ്പിച്ചത്. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. തിരുവനന്തപുരം മഹാറാണിയായ മേയറമ്മയെ കണ്ടിട്ട് വേറെ ഒരു എംപാനലുകാരന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ഇതിനേക്കാൾ വലിയൊരു പോക്കണം കേട്ടുകൾ പിന്നെ വേറെ എന്തിന് അപ്പി എന്നുള്ളതാണ് അവരെ വിഷമിപ്പിച്ചത്. ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. അതുകൊണ്ടാണ് അപ്പം തന്നെ പോലീസിനെ വിളിച്ചതും പോലീസ് വന്നതും യാത്രക്കാരെയൊക്കെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടതും ക്യാഷുകൾ ചാർജ് ചെയ്തതും. ഏതായാലും സംഗതി ചോറായി. ഇവിടുത്തെ സകലമാന ചാനലുകാരും കൂടി പാവം മേയറുടെ പുറത്ത് പൊതുയോഗം കൂടി. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അപ്പോൾ ഈ സൈബർ ഗുണ്ടകൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, സൈബർ സഖാക്കൾ. അവരാകെ വിഷമിച്ചു പോയി. കാരണം ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഇനി പാർട്ടി ഈ ധീര സഖാവിനെ കൈവിടുമോ എന്ന് ഭയപ്പെട്ടു. ആ സമയത്താണ് ഗോവിന്ദൻ മാഷിൻ്റെ രംഗപ്രവേശം. അദ്ദേഹം നമ്മുടെ സന്ദേശത്തിലെ കുമാരപിള്ള സാറിൻ്റെ റോളിൽ പ്രത്യക്ഷപ്പെട്ടു. സൈദ്ധാന്തിക വിശകലനം നടത്തി. കുറവുണ്ടായില്ല. ആ ഡ്രൈവറെയാണ് ജാഗ്രത കുറവുണ്ടായത്. അദ്ദേഹത്തിനെതിരായിട്ട് മുമ്പ് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ആ ഡ്രൈവർക്ക് അപ്പോൾ ആ ഡ്രൈവർ ശരിയല്ലാതെ രീതിയിലെ ചില ആംഗ്യങ്ങളൊക്കെ കാണിച്ചതിന്റെ ഭാഗമായിട്ട് വന്ന പ്രശ്നം അത്. അപ്പോഴാണ് ചോദ്യം ചെയ്യാൻ പോയത്. സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. പുള്ളി കണ്ണുകൊണ്ട് കണ്ട രീതി പറഞ്ഞു ഇത് ഡ്രൈവറുടെ ഭാഗത്താണ് അനൗചിത്യം ഉണ്ടായത്, അതുകൊണ്ട് നടപടി എടുക്കണം, പോലീസ് കേസ് എടുക്കണം എന്ന് ഗോവിന്ദ മാഷ് താത്വികമായിട്ട് ചാതിര പടിവിൽ പറഞ്ഞപ്പോൾ സൈബർ സഖാക്കൾക്ക് പെട്ടെന്ന് വയാഗ്ര കഴിച്ച പോലെ വലിയ ഉത്തേജനം ഉണ്ടായി. എംപാനലുകാരൻ ഒറ്റ ദിവസം കൊണ്ട് വലിയ ഹീറോ ആയി. തിരുവനന്തപുരത്ത് ഓരോ പൗരനും പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണ് എംപാനലുകാരൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നത്. എന്ന് മാത്രമല്ല അവൻ സകല ചാനലിലും വന്ന് പയർ പോലെ നിന്നിട്ട് ഇതേ കത്തിക്കലാണ്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? 710 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു എംപാനലുകാരനെയാണ് ഈ മേദിനത്തിന്റെ തലേന്റെ അലൂസ് നമ്മുടെ ധീര സഖാവ് മേയറമ്മയും അവരുടെ ഭർത്താവായ MLA സഖാവും കൂടിയിട്ട് ഈ രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ച് കുഴപ്പത്തിലാക്കി. എംപാനലുകാരനെ പിരിച്ചുവിടും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഗണേഷ് കുമാർ രേഖകൾ പരിശോധിച്ചിട്ട് നടപടികൾ എടുക്കൂ എന്ന് പറഞ്ഞെങ്കിലും നമുക്കറിയാം ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി തിരുവനന്തപുരം ചക്രവർത്തിയുമായിട്ട് ഭരിക്കുന്ന കാലത്ത് ഒരു കാരണവശാലും ഒരു എംപാനലുകാരനെ ഇനി സർവീസിൽ വെച്ചുകൊണ്ടിരിക്കില്ല. 100% ഞാൻ യോജിക്കുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് പോരാ. അവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യണം.
എന്നിട്ട് കഴുതപ്പുറത്ത് കയറ്റി തിരുവനന്തപുരത്ത് നിന്ന് പുറത്താക്കണം. ഇനി മേലിൽ തിരുവനന്തപുരം നഗരപരിധിയിൽ കാലെടുത്ത് ചവിട്ടാൻ പാടില്ല എന്ന രീതിയിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കും. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? എന്നാൽ മാത്രമേ ഇതുപോലുള്ള അഹങ്കാരികളെ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു മേയറെ കണ്ടിട്ട് മനസ്സിലാവാതെ പോയെന്ന് വെച്ചാൽ എന്തൊരു വലിയ മോശമാണെന്ന് ആലോചിച്ചു. മാത്രമല്ല ഇനി മേലിൽ PSC വഴിക്ക് എടുക്കുന്ന ഡ്രൈവർമാരാണെങ്കിലും അല്ലെ എംപാനൽ വഴി എടുക്കുന്നവരാണെങ്കിലും സ്ഥലത്തെ പ്രമുഖന്മാരെ കണ്ടാൽ തിരിച്ചറിയാനുള്ള അവസരം ഉണ്ടായി കൊടുക്കും. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഈ ചേരുംപടി ചേർക്കാനായിട്ട് ആളുകളുടെ പേരും ഫോട്ടോയും കൂടി കൊടുക്കും. അപ്പോൾ ആര്യ രാജേന്ദ്രൻ ആരാണ്, അനിൽകുമാർ ആരാണ്, ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കണം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. എംപാനലുകാരാണെങ്കിലും PSC വഴിക്ക് ജോലി കിട്ടിയവരാണെങ്കിലും KSRTC-കാരാണെങ്കിലും വാട്ടർ അതോറിറ്റിക്കാരാണെങ്കിലും ആരാണെങ്കിലും സഖാക്കളെ മാനിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. യോഗ്യന്മാരെ കാണുമ്പോൾ താണു തൊഴാൻ മടിക്കരുത്. കാരണം ജനാധിപത്യമാണ്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.